ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കിടിലൻ 4 മണി പലഹാരമാണ്. അതിന് 2 കോഴിമുട്ടയും ഒരു 4 ബ്രെഡ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ പിന്നെ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഒരു 6-7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോ ബ്രെഡും 3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ 7 ബ്രെഡും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട ഉടച്ചിടാം. 2 കോഴിമുട്ട ഉടച്ചതിന് ശേഷം അതിലേക്ക് 2 കോഴിമുട്ട ഇടുക. 2 കോഴിമുട്ട ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് ഇടുക. പിന്നെ ചില്ലി ഫ്ലെക്സ് 1 സ്പൂണ്, പിന്നെ കറിവേപ്പില, പിന്നെ നുള്ളു ഗരം മസാല. നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം. ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടത്, നല്ല മണമാണ് കറിവേപ്പില ഇട്ടാൽ, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ടത്. അത് ഞാൻ ഓരോ ബ്രെഡായിട്ട് മുക്കിയിട്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട് അതിൽ മുക്കി, കോഴിമുട്ടയിൽ നിന്ന് മുക്കിയിട്ട് അതിലേക്ക് എടുത്തിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാനങ്ങനെ എല്ലാതും കോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈസി പണിയാണ്. വിരുന്നുകാർ വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ എന്താ കണ്ടില്ല, ഒന്ന് ഫ്രൈ ആവും. അധികം മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അത് നല്ല ഫ്രൈ ആയി കിട്ടും. അതിൻ്റെ ഒരു ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയോണീസ് ഉണ്ടെങ്കിൽ അത് മതി. അടിപൊളിയായിട്ട് കഴിക്കാം. ഇതപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ പലഹാരമാണെന്ന്. നല്ല ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.